അളിയാ ഞാൻ ആ റോട്ടിൽ കൂടെ തന്നെയാണ് വന്നോണ്ടിരിക്കണേ. ആ നിയോ ഫിലിം സ്കൂളുണ്ട്. ആ എന്നിട്ട് ഫ്രണ്ടിലോട്ടോ, ലെഫ്റ്റ് സൈഡിൽ. ആ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ കണ്ടു ഇവിടുന്ന്. ഓക്കെ, ഒരു ഡയലറ്റ് വഴിയല്ലേ അളിയാ? ആ ആ കണ്ടു. അത് തന്നെയാണോ? ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അമ്പോ, നല്ല ഏരിയയിലാണല്ലോ നീ സ്റ്റേ. ഇവരൊക്കെ നടുക്കാണല്ലോ കിടക്കണേ. നിന്റെ പാദങ്ങൾ നിന്റെ പടവുകളിൽ പതിഞ്ഞളിയാ. നേരത്തെ വരില്ലേ? ഓക്കെ. എന്താ ടോബി ഐസക്. അതെ. വീട് പത്തനാപുരം. സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നാളെ സുഷിൻ ശ്യാമിനെ കാണാൻ പോകുന്നു, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ. ഓ അമലയേട്ടൻ. കയറി കയറി. വേറെന്താ ശേഷം? നല്ല വിഷയം, സുഖമായിട്ട് എങ്ങനെ പോകുന്നു? ആ ചേട്ടൻ മെഡിക്കൽ റപ്പ് എന്തോ അല്ലേ? അതെ. ഇന്ന് ഓർക്കില്ല? ഇല്ല, ഞാൻ ചുവയിലായിരുന്നു. ചുവയല്ല? ആ, നമ്മുടെ കണ്ണൂർ ചുവ. ഓ ഓക്കെ ഓക്കെ. ആ ഞാൻ ഇത് മൂടി കൊണ്ട് വെച്ചിട്ട് വരാം. ആ കാണാം. ശരി ശരി. ഓക്കെ. ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂ ചെളിയായി അലമ്പായി. ആ സമയത്ത് അവർ സ്കിന്നിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഡീറ്റെയിലിംഗ് അവർ ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ ഒക്കെ കുറച്ച് ക്ലോസ് വരുമ്പോൾ ഒക്കെ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും. ഏജൻറ്റതായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്നായി ചെയ്തിട്ടുണ്ട്. അത് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഈ സിനിമയൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് പറയാൻ കഴിയും. മൂവി കാണുന്നതിന് മുമ്പ് തന്നെ അതിന്റെ റിവ്യൂ വരണം മഹാമാരുടെ കൂടെ. എങ്ങോട്ടാ അടിച്ചു പിടിച്ച്? എൻ്റെ കുറേ ടീംസ് സെൻട്രൽ മാളി വരുന്നുണ്ട്, അവരൊന്ന് കണ്ടിട്ട് വരാം. ആ ഓക്കെ ഓക്കെ. ശരി ചേട്ടാ, പോയിട്ട് നേരത്തെ വരില്ലേ? നീട്ട കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വളഞ്ഞ് ചുറ്റി. ഹലോ എടാ, ഞാൻ ബീർ മേടിക്കുമ്പോഴേ എനിക്ക് ബഡ് പേസ്റ്റ് മേടിച്ചാ കേട്ടോ. ഓർമ്മ മതിയേ. നാളെ എനിക്ക് പോകണം. ഫുഡ് ഒരു 3 പൊറോട്ട, പിന്നെ ചിക്കൻ 65 ചില്ലി ചിക്കൻ. ഇല്ലടാ, ഞാൻ ആലോചിച്ച് ചെയ്താ വേണ്ടത്. ആ മതി, നീ ഒന്ന് ബീറും മേടിച്ചും കൂടെ പോലെ. ആ ഓക്കെ. ആ ഓക്കെ. ഏടാ ഇപ്പൊ എങ്ങനെയാണ് നാളെ കാര്യങ്ങള്? എടാ നാളെ രാവിലെ പോകണം. രാവിലെ പോണോ? നീ ഉണ്ടാവോ രാവിലെ? ഇല്ല, എനിക്ക് രാവിലെ ഓഫീസിൽ പോണ്ടേ. ആ രാവിലെ പോയിട്ട് വേണം. എന്താവും നമ്മുടെ ഫ്യൂച്ചർ എന്ന് അപ്പൊ തന്നെ അറിയാം. സെറ്റാടാ. എടാ നിനക്ക് ഇത് ആരാ റെഡിയാക്കി തന്നത്? ഫ്രണ്ട് ഒരു കൂട്ടുകാരൻ. പുള്ളി ചീഫ് അസോസിയേറ്റ് അല്ലേ? ആ. എത്ര പടത്തിൽ ചെയ്തിട്ടുണ്ട്? പുള്ളി ഒരു 4 ചെയ്തിട്ടുണ്ട്. ആണോ?
എൻ്റെ കാര്യം പറയടാ. എനിക്ക് ആ പുള്ളിനെ പരിചയമില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേനയാണ് പുള്ളിനെ പരിചയപ്പെട്ടത്. ഞാൻ ചെന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ എൻ്റെ കാര്യം തന്നെ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടല്ലേ സംസാരിക്കണം. അവൻ അങ്ങോട്ട് കയറിയില്ല, എന്നിട്ട് അവൻ്റെ ജാട. ചാടൽ എനിക്കറിയില്ല ആളെ, അതുകൊണ്ടല്ലേ. ആണോ? എന്തായാലും നീ പോയി നോക്കാം. നീ നാളെ പോകുന്നുണ്ടോ വീട്ടിൽ? എന്താ പറയണേന്ന് നോക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. 2 ദിവസം നിൽക്കാം. ശ്രദ്ധിക്കട്ടെ എന്നാലും ഇതൊക്കെ. ശ്രദ്ധിക്കാം. നീ എന്തായാലും ഒരു കാര്യം ചെയ്യും. 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി. എന്താ പരിപാടി? ഞായറാഴ്ച നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് വേണ്ട, നീ അത് അറിയും. എന്നിട്ട് കാര്യം പറ. എനിക്ക് നാളെ പുള്ളി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പോകും. ചേട്ടാ അത് മുഴുവൻ മാറി തിന്നണ്ട. ഹലോ സാറേ, പറഞ്ഞ സാറേ, ഞാൻ അയച്ചു കൊടുത്തായിരുന്നത് മെയിലല്ല, വാട്സപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ 2 കറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അവർ ലോഗോ ചെറുതായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് പൊടിക്ക് വലുതാക്കണം. അതുപോലെ തന്നെ നമ്മളാ മോഡലിൻ്റെ ഫോട്ടോ വെച്ചതേ, അപ്പോൾ അവരുടെ കയ്യിലാണ്. അത് നീയാ? സാറേ ഇവിടെ പറഞ്ഞാണ്. മോഡലിൻ്റെ ഫോട്ടോ വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ആ കയ്യിൽ അവരെ പ്രോഡക്റ്റൊക്കെ വെക്കുകയാണ് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. ശരി. ഞാൻ നാളെ എന്നാൽ അയച്ചിട്ട് സാറിനെ ഒന്ന് വിളിക്കാം. ഓക്കെ, ശരി സാറേ. ഗുഡ് നൈറ്റ്. ഓക്കെ. നീ വാങ്ങിച്ചില്ല? ഇല്ല. നീല കടയിൽ പോയത്? ഞാൻ വാങ്ങിച്ചിട്ട് സത്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇവിടെ വെച്ചിട്ടുള്ളൂ. നേരത്തെ വാങ്ങിച്ചു തന്നെ തപ്പി നോക്കാം. ഓർമ്മ മഞ്ഞാ വല്ലപ്പോഴും ബീർ അടിക്കും. ഒരു സിഗരറ്റ് അടിക്കും, അത്ര ഉള്ളൂ. വാങ്ങല്ല, കടന്നടാ. ആരാണോ? ഹലോ, ആരത്? അതെ, അമലേട്ടനാണോ? അമലേട്ടനെ എന്നെ അറിഞ്ഞ ഞങ്ങൾ ബീർ അടിച്ചോണ്ടിരിക്കുന്നത്. അമലേട്ടൻ എങ്ങനെയാ നമ്പർ ഇടേണ്ടേ? ഹലോ, കട്ടായല്ലോ. അമലേട്ടനാ? പുള്ളി നമ്മൾ ബീർ അടിച്ചോണ്ടിരിക്കണോ ചോദിച്ചു. ഞാനാ നമ്പർ കൊടുത്തത്? ഇല്ല, ഞാൻ കൊടുത്തില്ല. നിങ്ങളായിട്ടല്ലോ സംസാരിച്ച് പൊളിച്ചിട്ടൊക്കെ പോയത്. എടാ ഞാൻ നമ്പർ കൊടുത്തില്ല. പുള്ളിയുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വെച്ച് പുള്ളി വിചാരം ചോദിച്ചു. പുള്ളി അതുപോലെ തന്നെ പുള്ളിയുടെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാളിലോട്ട് പോയതാ. പുള്ളിക്ക് ഞാൻ നമ്പർ കൊടുത്തൊന്നുമില്ല. പുള്ളിക്ക് അന്ന് എൻ്റെ നമ്പർ കൊടുത്തിട്ട് എൻ്റെ ഫോണിട്ട് വിളിച്ചപ്പോഴത്തേക്കും നിനക്ക് വരാൻ പറഞ്ഞപ്പോഴായിരുന്നു. ശരിയാ. അല്ല ബേബേ, എന്തൊക്കെയുണ്ട്? നീ എന്നാ നാട്ടിൽ പോയേക്കോണോ? അവിടെ ഒന്നും ഇല്ലടാ. നീ നിങ്ങളല്ലേ ഇപ്പൊ ടോബിയെ വിളിച്ചു, എന്നിട്ട് അവൻ കാര്യമൊക്കെ പറഞ്ഞില്ലേ? ടോബിയോ? അതാരാ? എടാ ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളേ. ആദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്നാ എല്ലാവരും കൂടെ കൂടി ഒരു ട്രിപ്പ് പോകാൻ ആദ്യം പറഞ്ഞു. ഞാൻ പിന്നെ വെളുപ്പിനെ എല്ലാവരും കൂടെ വാരി കെട്ടിങ്ങത്ത് ഇറങ്ങി. എന്ന് പോയെന്ന്? ഇന്ന് വെളുപ്പിനെ. അല്ലെങ്കിലും ഇതൊന്നും പ്ലാൻ ചെയ്തോ നടക്കത്തില്ലല്ലോ. നമ്മൾ തന്നെ എത്ര പ്രാവശ്യം പ്ലാൻ ചെയ്തു. വല്ലതും നടന്നോ? എടാ ഞാൻ ഇവിടുത്തെ ഫോട്ടോസൊക്കെ നിനക്ക് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. നീ വാട്സപ്പ് ഒന്നും നോക്കിയില്ലേ? ചേട്ടൻ എന്താ ചേട്ടാ ഈ പറയുന്നത്? എന്താ പറയുന്നതെന്നോ? ഞാൻ ഇത്ര നേരം പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ? അതെ, ഞാനിപ്പോൾ വെളിയിലാണേ. ഞാൻ ഹോട്ടലിൽ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം. വെക്കുവാണേ. ഓക്കെ, എന്നാ ശരി. ഓക്കെ. ഇവിടെ നിന്ന് മുമ്പത്തെ വാർത്ത ഒന്ന് കാണിച്ചേ.